അപ്പൊ ബിഗ് ബോസ് ഷോ തുടങ്ങി കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയായപ്പം ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ പ്രധാന കഥാപാത്രത്തിന്റെ വീട്ടിൽ നിന്ന് ഫോൺ വിളി വന്നു. അപ്പോൾ ജാസ്മിൻ എന്ന ആ വ്യക്തിക്ക് ഒരു പരിഗണന കൊടുത്ത് ജാസ്മിന് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന വലിയ ആരോപണമായിരുന്നു ബിഗ് ബോസിന് നേരിടേണ്ടി വന്നത്. അപ്പൊ അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ജബ്രി എന്നുള്ള ജാസ്മിന്റെ കപട ലവ് ട്രാക്ക് വളരെ ഫ്ലോപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. ജനങ്ങൾ വെറുത്തിരിക്കുകയാണ്. അപ്പൊ അത് മാറ്റിപ്പിടിക്കാൻ വീട്ടിൽ നിന്നൊരു സൂചന കൊടുക്കാൻ വേണ്ടിയാണ് ഈ ജാസ്മിന്റെ വാപ്പയെ വിളിപ്പിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് എന്നാണ് പൊതുവെ ജനങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് ചെയ്തത് വളരെ ശരിയായിരുന്നു എന്ന് നമുക്ക് ഇപ്പൊ നമ്മുടെ മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. അതായത് ജാസ്മിന്റെ വാപ്പ അവിടെ ജാസ്മിനെ വിളിച്ച് പറഞ്ഞത് ഈ ജബ്രി കോംബോ ഫ്ലോപ്പായി, അതുകൊണ്ട് നീ അത് മാറാൻ വേണ്ടിയൊന്നും അല്ല. ജാസ്മിന്റെ ഉറപ്പിച്ചു വെച്ച കല്യാണത്തിന് ഭീഷണിയായത് കൊണ്ടാണ് ആ വരൻ അഫ്സൽ എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കൊന്നും ഈ ജാസ്മിൻ ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഈ കപട ലവ് ട്രാക്കിനോട് ഒട്ടും താല്പര്യമല്ല. ഇങ്ങനെയല്ല ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഉറപ്പിച്ചു വെച്ച ഒരു കല്യാണ വധു അങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഉള്ള ജീവിത പ്രശ്നമായതുകൊണ്ടാണ്, ആ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയാണ്. അതായത് കുടുംബത്തിലെ ആ വലിയ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ജീവിതം വെച്ച് കളിക്കാൻ പാടില്ല, അപ്പൊ ആ ജീവിതം വെച്ച് കളിക്കരുത് എന്ന് വാൺ ചെയ്യാൻ വേണ്ടിയാണ് ജാസ്മിന് ഈ വാപ്പ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്നിട്ടും അത് മനസ്സിലാക്കാതെ വീണ്ടും അത് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബിഗ് ബോസ് ഇങ്ങനെ എന്തെങ്കിലും വലിയ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഈ വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ജാസ്മിന് വലിയൊരു ജീവിത പ്രശ്നമാണ് നേരിട്ടത്. അതായത് ജാസ്മിന്റെ കല്യാണം ഉറപ്പിച്ച വരന്റെ വീട്ടുകാർക്കോ വരനും ഒന്നും ഈ ഒരു ജാസ്മിന്റെ കളികളോട് ഒട്ടും താല്പര്യം ഇല്ല. അപ്പോൾ അവരുടെ ആ കുടുംബ ബന്ധത്തിൽ വിള്ളൽ വരും, ആ ഉറപ്പിച്ച കല്യാണം മുടങ്ങും എന്നുള്ള സ്റ്റേജ് വന്നതുകൊണ്ടാണ് ബിഗ് ബോസ് ഇവിടെ ജാസ്മിന്റെ വാപ്പയെ കൊണ്ട് ജാസ്മിനെ വിളിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇത് കളിക്കുന്നത് ശരിയല്ല, ഇത് പരിധി വിട്ടു, അതായത് ഒരു പ്രതിശ്രുത വധു ചെയ്യേണ്ട കാര്യമല്ല ഈ ഷോയിൽ കാണിക്കുന്നത്. അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഉറപ്പിച്ചു വെച്ച വരന് പോലും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഉള്ള മെസ്സേജാണ് അവിടെ ജാസ്മിന്റെ പാപ്പ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പൊ ബിഗ് ബോസ് അവിടെ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്നിപ്പോ മനസ്സിലായി. ഇപ്പോൾ ജാസ്മിന്റെ വരൻ ജാസ്മിനെ തള്ളിപ്പറഞ്ഞ് ഈ ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം വ്യക്തമായല്ലോ, ആ ഒരു ജീവിത പ്രശ്നം ഉള്ളത് കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് അവിടെ ഇടപെട്ട് ഫോൺ വിളിപ്പിച്ചത്.